കരിയും പുകയും നിറഞ്ഞ ആലയിൽ ജീവിതം തളച്ചിട്ടവർ കുടുംബം കരക്കെത്തിക്കാനാവാതെ ദുരിതത്തിലാണ്. ഓണം എത്തിയെങ്കിലും കാണം പോലും വിൽക്കാനില്ലാത്ത ഗതിയിലാണിവർ. കോട്ടയിൽ നിന്നുമുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. അസംഘടിത തൊഴിലാളികളായ ഇവർക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. അതിരാവിലെ ആലയിൽ കരിയിലും പുകയിലും ഉരുകിത്തീരുന്ന ഇവർക്ക് വൈകുന്നേരം വരെ പണിയെടുത്താലും മറ്റു തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ദിവസക്കൂലി ഒപ്പിച്ചെടുക്കാനാവുന്നില്ല. തൊഴിൽ മേഖലയിലാണെങ്കിൽ ഒട്ടേറെ പ്രതിസന്ധികളാണ് ഇവർ നേരിടുന്നത്. കൊല്ലപ്പണിക്ക് അത്യാവശ്യ വസ്തുവായ കരിയുടെ വില വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 200 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു പാട്ടക്കരിക്ക് ഇപ്പോൾ 300 രൂപയാണ്. യന്ത്രങ്ങളുടെ കടന്നുവരവ്, കാർഷിക പണി ആയുധങ്ങളുടെ ഉപയോഗം ഗണ്യമായി കുറഞ്ഞതും ഈ തൊഴിൽ മേഖലയ്ക്ക് വൻ തിരിച്ചടിയായിട്ടുണ്ട്. മറ്റു പരമ്പരാഗത മേഖലയ്ക്ക് സർക്കാർ സഹായങ്ങളും യന്ത്രങ്ങളും ലഭ്യമാക്കുമ്പോൾ കൊല്ലപ്പണിക്കാരെ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ലെന്നാണ് ഇവരുടെ പരാതി. പകലന്തിയോളം പണിയെടുത്താലും തനിക്കും കുടുംബത്തിനും അഷ്ടിക്കുവക കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ കൊല്ലപ്പണി പുതുതലമുറയ്ക്ക് താല്പര്യമില്ല. കൊല്ലക്കുടുംബങ്ങളിലെ മക്കളാരും ഈ മേഖലയിലില്ലെന്നും ഒരു കാലത്ത് നാട്ടിൻപുറത്തുകാരുടെയും കർഷകരുടെയും ആശ്രയമായിരുന്നു കൊല്ലപ്പണിയെന്നും കുറ്റിയേറ്റുപോകുന്ന സ്ഥിതിവിശേഷമാണെന്നും കോട്ടായി കീഴത്തൂരിലെ കൊല്ലപ്പണിക്കാരൻ അയ്യപ്പൻ പറഞ്ഞു. എത്ര വർഷമായി ഇപ്പോൾ തുടങ്ങിയിട്ട്? തുടങ്ങിയതാണ്. അത്യാവശ്യം വർക്കുകൾ വരുന്നുണ്ടോ? കൂലിയൊക്കെ എങ്ങനെ ഒരു ദിവസം ഒരു കൂലിയൊക്കെ ഒക്കുമോ? ഒക്കും അല്ലേ? കുടുംബം കുട്ടികളാരെങ്കിലും ഇതിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? അതെന്താ? ഇതിന് സർക്കാരിൻ്റെ സഹായം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. ശരി. പരമ്പരാഗത തൊഴിലായിട്ട് അംഗീകരിച്ചിട്ടില്ല. സർക്കാർ പരമ്പരാഗത തൊഴിലായി അംഗീകരിച്ച് ബോർഡ് രൂപീകരിക്കുകയും തൊഴിൽ മേഖലയുടെ പുനരുദ്ധാരണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും കൊല്ലക്കുടുംബങ്ങൾക്ക് പ്രത്യേക സഹായം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നും കൊല്ലത്തൊഴിൽ അന്യം നിന്നു പോകാതിരിക്കാൻ സർക്കാർ കണ്ണു തുറക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഓണം ഉത്സവത്തിന് വകയില്ലാതെ കൊല്ലക്കുടുംബങ്ങൾ പട്ടിണിയിലാണെന്നും ഇവർ പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.